തുണിയുമ്പോൾ തുടച്ച കുഴപ്പമില്ല നാളെ കഴുകി തന്നാൽ മതി. നമസ്കാരം, കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാം നിറഞ്ഞ ഒരു പാക്കേജാണ് റിയാലിറ്റി ഷോയായ ബിഗ് ബോസ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലും അങ്ങനെ തന്നെ മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യ ദിനം തൊട്ട വൻ അടിയാണ്. രതീഷ് കുമാർ കേന്ദ്രമായി വീട്ടിലുയരുന്ന പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു പ്രേമം ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിവിടരുന്നു എന്ന സംശയമാണ് പ്രേക്ഷകർക്കുള്ളത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിനും നടനായ ഗബ്രിയും തമ്മിൽ പ്രണയത്തിലായോ എന്ന സംശയത്തിലാണ് ബിഗ് ബോസ് പ്രേമികൾ. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള രാത്രി സംസാരങ്ങളോടെയാണ് എപ്പിസോഡ് സമാപിക്കുന്നത്. ആ സംസാരം ഒരു സാധാരണ സംസാരമല്ലെന്നാണ് ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ചർച്ച. പേളിഷ്, സുജാൻഡ്ര, സൂര്യമണി, ദിൽറോബ്, സാഗറീന എന്നിവർക്ക് ശേഷം ആര്? ചോദ്യത്തിന് ഉത്തരം 4 ദിവസത്തിൽ. അതെ, ജിബ്രി എന്നാണ് വൈറലായി ഒരു പോസ്റ്റിൽ പറയുന്നത്. എന്നാൽ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ പേളി, ശ്രീനിഷ് പോലെ വിജയിച്ച പ്രേമങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതേസമയം ഗബ്രിയും ജാസ്മിനും ലവ് സ്ട്രാറ്റജി പ്രയോഗിക്കുകയാണോ അല്ല ശരിക്കും പ്രേമമാണോ എന്നതിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും സംശയമുണ്ട്. മിക്ക എപ്പിസോഡുകളിലും ഇരുവരും രാത്രി വരെ സംസാരിച്ചിരിക്കുന്നത് കാണാം. ഗബ്രിയെ ചാരിയിരുന്ന് ജാസ്മിൻ പൊട്ടിക്കരയുന്നതും ഗബ്രി ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ ഇന്നലെ കാണിച്ചിരുന്നു. ഇരുവരും സംസാരിക്കുന്ന സമയത്ത് ക്യാമറ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വെറും 4 ദിവസത്തിൽ നിങ്ങൾ സെറ്റായോ, നിങ്ങൾ പുറത്തുനിന്നും സെറ്റായി വന്നതല്ലേ എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം റോക്കി ഇവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്തു. ചില പ്രേക്ഷകർ ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും റോക്കി പിന്നീട് ഈ ചോദ്യം ചോദിക്കാതെ ജാസ്മിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലാണ് സംസാരിച്ചത്. അതിനാൽ ഇതിലെ യാഥാർത്ഥ്യവും അറിയില്ല. എന്തായാലും വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ഗബ്രിയും ജാസ്മിനും ലവ് സ്ട്രാറ്റജി കളിക്കുന്നോ എന്ന കാര്യം ചോദിക്കുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.